ഇന്ന് ഒരു യാത്രയാണ്. വയനാടൻ കാടുകൾക്ക് നടുവിൽ കർണാടക അതിർത്തിയിലെ ബ്രഹ്മഗിരി മലനിരകളാൽ ചുറ്റപ്പെട്ട തിരുനെല്ലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ അറിയേണ്ടതായ എല്ലാ കാര്യങ്ങളും, എത്തിച്ചേരാനുള്ള വഴി, താമസ സൗകര്യങ്ങൾ, ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളും ചരിത്രവും, ബലിയിടാൻ വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം. കേരളത്തിലെ വയനാട് ജില്ലയിലെ പ്രശസ്തമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം. സഹ്യമല ക്ഷേത്രം, ബ്രഹ്മഗിരി ക്ഷേത്രം എന്നും ധാരാളം നെല്ലിമരങ്ങൾ നിറഞ്ഞ കാടിന് നടുവിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ആമലക ക്ഷേത്രമെന്നും അറിയപ്പെടുന്ന തിരുനെല്ലി ക്ഷേത്രം പിതൃ ബലിതർപ്പണങ്ങൾക്ക് പ്രസിദ്ധമാണ്. ക്ഷേത്രത്തിലേക്ക് വരണമെങ്കിൽ തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷൻ ഒന്നും തന്നെയില്ല. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരിയാണ്. തെക്കൻ ജില്ലക്കാർക്ക് ക്ഷേത്രത്തിലേക്ക് വരണമെങ്കിൽ തലശ്ശേരിയോ വടകരയോ ട്രെയിൻ ഇറങ്ങിയ ശേഷം അവിടെ നിന്നും മാനന്തവാടിയിലേക്ക് ബസ് മാർഗം എത്തിച്ചേരാം. മാനന്തവാടിയിൽ നിന്നും തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് ബസ് സർവീസ് ഉണ്ട്. കേരളത്തിലെ പ്രധാന പട്ടണങ്ങളിൽ നിന്നെല്ലാം മാനന്തവാടിയിലേക്ക് ബസ് സർവീസ് ഉണ്ട്. ബാംഗ്ലൂരിൽ നിന്നും ബാംഗ്ലൂർ, ഹുൻസൂർ, നാഗർഹോള, കൂട്ട, തിരുനെല്ലി റോഡ് വഴി 270 കിലോമീറ്ററാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. കൂടാതെ മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം വഴി 68 കിലോമീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം വഴി മലയോര ഹൈവേയിലൂടെ പാൽച്ചുരം കയറി നിങ്ങൾക്ക് തിരുനെല്ലിയിൽ എത്തിച്ചേരാം. സ്വന്തം വാഹനത്തിൽ വരുന്നവർ മാനന്തവാടിയിൽ നിന്നും കാട്ടിക്കുളം ബസ് സ്റ്റാൻഡിന് മുൻപിലുള്ള റോഡിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ഏകദേശം 15 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നതാണ്. നേരം വൈകിയാൽ പിന്നെ അന്ന് തന്നെ തിരുനെല്ലിയിലേക്ക് പോകുന്നത് സുരക്ഷിതമല്ല. കാട്ടിലൂടെയുള്ള യാത്രയിൽ ചിലപ്പോൾ വന്യമൃഗങ്ങൾ മുൻപിൽപ്പെട്ടേക്കാം. അതുകൊണ്ട് മാനന്തവാടിയിലോ കാട്ടിക്കുളത്തോ താമസിച്ച ശേഷം പകൽ സമയം നിങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. മറ്റൊരു വഴി കാട്ടിക്കുളത്തു നിന്നും ഇടതു തിരിയാതെ തോൽപ്പെട്ടിക്ക് പോകുന്ന വഴിയിൽ നേരെ മുൻപോട്ട് പോയി തെറ്റ് റോഡ് വഴി 9 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പ്രസിദ്ധമായ ഉണ്ണിയപ്പക്കട കാണാം. അവിടെ നിന്ന് ഉണ്ണിയപ്പവും കഴിച്ച് ഇടത്തോട്ടുള്ള വഴി തിരിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ആന, മാൻ തുടങ്ങിയ വന്യമൃഗങ്ങളെയും കണ്ട് കാടിന്റെ ഭംഗി ആസ്വദിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. കാട്ടിക്കുളത്തു നിന്നും ഇടത് തിരിയുന്ന വഴിയേക്കാൾ 8 കിലോമീറ്ററോളം അധികമുണ്ടെങ്കിലും മനോഹരമായ വനപാതയിലൂടെ കാടിന്റെ സൗന്ദര്യം ആസ്വദിച്ച് യാത്ര ചെയ്യാം എന്നുള്ളതാണ് തോൽപ്പെട്ടിയിൽ നിന്നും പോകുന്ന വഴിയുടെ പ്രത്യേകത. അമ്പലത്തിലേക്കുള്ള വഴിയുടെ ഇരുവശങ്ങളിലുമായി പൂജാ സാധനങ്ങളും വയനാടൻ വനവിഭവങ്ങളും വിൽക്കുന്ന ചെറിയ കടകളും റെസ്റ്റോറന്റുകളും ഹോം സ്റ്റേകളും ഒക്കെ കാണാം. ഇതിനടുത്തായി തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഗ്രൗണ്ടും സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിനടുത്ത് തന്നെയാണ് പഞ്ചതീർത്ഥം ഗസ്റ്റ് ഹൗസ്. തീർത്ഥാടകർക്കായി ദേവസ്വം വക ഒരുക്കിയിട്ടുള്ളതാണ് ഈ ഗസ്റ്റ് ഹൗസ്. വീഡിയോ തുടർന്ന് കാണുന്നതിന് മുൻപ് നിങ്ങളുടെ നാട്ടിലും ഇത്തരം പുണ്യപുരാതനമായ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. കൂടാതെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക. നമ്മൾ ആദ്യം എത്തിച്ചേരുക തെക്കേ നടയിലാണ്. എങ്കിലും ദർശനത്തിനായി കിഴക്കേ നടയിലൂടെയാണ് ക്ഷേത്രത്തിലേക്ക് കടക്കേണ്ടത്. ബ്രഹ്മഗിരി മലനിരകളിലെ കമ്പമല, കരിമല, വരടികമല എന്നീ മലകളാൽ ചുറ്റപ്പെട്ട തിരുനെല്ലി ക്ഷേത്രത്തെ ഐതിഹ്യങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും വിശിഷ്ട ദേവസ്ഥാനം എന്ന നിലയിലാണ് പ്രതിപാദിക്കുന്നത്. തിരുനെല്ലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തെ സ്മരിച്ചാൽ തന്നെ ഐശ്വര്യവും മോക്ഷവും ലഭിക്കും എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെപ്പറ്റി പല കഥകളും ഐതിഹ്യങ്ങളുമൊക്കെ നിലവിലുണ്ട്. അതിലൊന്ന് ബ്രഹ്മാവ് ഈ ക്ഷേത്രം നിർമ്മിച്ച് വിഷ്ണുവിന് സമർപ്പിച്ചു എന്നും അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മലനിരകൾ ബ്രഹ്മഗിരി എന്ന് അറിയപ്പെടുന്നതും എന്നാണ് ഒരു ഐതിഹ്യം. കൂടാതെ കുടകുമലകളോട് ചേർന്ന് കിടക്കുന്ന ബ്രഹ്മഗിരിയുടെ മനോഹാരിതയിൽ അവിടെ വന്ന ബ്രഹ്മദേവൻ അവിടുത്തെ പ്രകൃതിയിൽ വിഷ്ണുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് മലയിൽ നിന്ന് കണ്ടെത്തിയ ഒരു വിഷ്ണുശില ബ്രഹ്മഗിരിയുടെ താഴ്വാര പ്രദേശമായ തിരുനെല്ലിയെ പ്രതിഷ്ഠിച്ചു എന്നും ബ്രഹ്മാവിന് മുന്നിൽ മഹാവിഷ്ണു ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഇവിടെ ഒരു നെല്ലിമരത്തിലാണെന്നും അതിനാൽ ഈ സ്ഥലത്തിന് തിരുനെല്ലി എന്ന പേര് സിദ്ധിച്ചു എന്നും മറ്റൊരു ഐതിഹ്യമുണ്ട്. തിരുനെല്ലി എന്ന പേര് വന്നതിന് പിന്നിൽ പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു കഥയുമുണ്ട്. പണ്ട് ഈ കൊടും വനത്തിലൂടെ മൈസൂരിലേക്ക് തീർത്ഥയാത്ര പോയ 3 മലയാളി നമ്പൂതിരിമാർക്ക് വഴിതെറ്റി അവർ വിശന്നു വലഞ്ഞ് വഴി അറിയാതെ കാട്ടിനുള്ളിൽ പെടുകയും അവർ അവസാനം കാട് മൂടിക്കിടന്ന പുരാതനമായ ഒരു ക്ഷേത്രം കണ്ടെത്തുകയും ക്ഷേത്രത്തോട് ചേർന്ന് നിറയെ നെല്ലിക്കകൾ കായ്ച്ചു കിടക്കുന്ന ഒരു നെല്ലിമരത്തിൽ നിന്നും നെല്ലിക്ക കഴിച്ച് വിശപ്പകറ്റി എന്നും പറയപ്പെടുന്നു. അവരാണത്രേ നെല്ലിമരങ്ങൾ നിറഞ്ഞ ഈ താഴ്വാരത്തെ തിരുനെല്ലി എന്ന് വിളിച്ചത് എന്നും മറ്റൊരു കഥ പ്രചരിക്കുന്നുണ്ട്. അമ്പലത്തിന് ചുറ്റുമുള്ള വനത്തിൽ ഇപ്പോഴും നെല്ലിമരങ്ങൾ ധാരാളമായി വളർന്നു നിൽക്കുന്നത് നമുക്ക് കാണാം. ഇത്തരത്തിൽ പലവിധ ഐതിഹ്യങ്ങളും കെട്ടുകഥകളും ഒക്കെ കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ് തിരുനെല്ലിയുടെ ചരിത്രം. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് കേരള, കർണാടക അതിർത്തി പ്രദേശങ്ങളിൽ ആധിപത്യമുണ്ടായിരുന്ന വേട രാജവംശം ആരാധനയ്ക്കായി നിർമ്മിച്ചതാണ് തിരുനെല്ലി ക്ഷേത്രം എന്നാണ് കരുതപ്പെടുന്നത്. പിന്നീട് മൈസൂർ രാജവംശത്തിന്റെ കീഴിലായ ക്ഷേത്രം ഇപ്പോൾ
തിരുനെല്ലി ദേവസ്വമാണ് പരിപാലിക്കുന്നത്. എങ്കിലും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ ശരിയായ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് വാസ്തവം. പുത്തരി, ചുറ്റുവിളക്ക്, നവരാത്രി, ശിവരാത്രി കൂടാതെ കർക്കിടകം, തുലാം, കുംഭം മാസങ്ങളിലെ കറുത്തവാവ് ബലി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിനങ്ങൾ. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മേടമാസത്തിൽ വിഷുവിളക്കായി നടത്തുന്നു. ദക്ഷിണ കാശി എന്നും ദക്ഷിണ ഗയ എന്നും ഈ ക്ഷേത്രത്തിന് മറ്റു പേരുകൾ കൂടിയുണ്ട്. മരിച്ചുപോയവരുടെ ആത്മശാന്തിക്കായി നടത്തപ്പെടുന്ന ബലിപൂജകൾക്കാണ് ഈ ക്ഷേത്രത്തിന് പ്രസിദ്ധി. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ത്രിമൂർത്തികളിലൊരാളായ ഭഗവാൻ മഹാവിഷ്ണുവാണ്. കൂടാതെ ക്ഷേത്രത്തിന് സമീപമുള്ള ഗുഹയിൽ പരമശിവന്റെ സാന്നിധ്യവുമുണ്ട്. ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠയും നമുക്ക് കാണാം. ഈ ക്ഷേത്രം ഗുണ്ടിക ശിവക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. പുരാതനമായ ഗുഹാക്ഷേത്രമാണ് ഗുണ്ടിക ശിവക്ഷേത്രം. കാസർഗോഡ് ജില്ലയിലെ കുമ്പള രാജവംശവുമായും കുറുമ്പനാട് രാജവംശവുമായും വയനാട് രാജാക്കന്മാരുമായും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് വയനാട് വേടരാജാവിന്റെ അധികാരപരിധിയിലുണ്ടായിരുന്ന തിരുനെല്ലി ക്ഷേത്രം. അത് അവർക്ക് നഷ്ടമായതിനെക്കുറിച്ചും കഥകൾ പ്രചരിക്കുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിനടുത്തായുള്ള ചില കൽപ്രതിമകളുടെ അവശിഷ്ടങ്ങൾ കൂർഗ രാജാക്കന്മാർ നിർമ്മിച്ചതാണെന്നും ചരിത്ര ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അത്രയധികം നിഗൂഢവും വന്യവുമായ ഈ പ്രദേശം പോലെ തന്നെയാണ് തിരുനെല്ലി ക്ഷേത്രത്തെ പറ്റിയുള്ള ഐതിഹ്യങ്ങളും എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കറുത്തവാവ് ദിവസം രാത്രിയാണ് അമ്പലം പണിതതെന്നും രാവിലെ ആയതോടെ പണി നിർത്തിയെന്നും തിരുനെല്ലിയിലെ ആദിവാസികൾ പറയുന്നു. എന്നാൽ അത്തരം കാര്യങ്ങൾക്ക് ചരിത്രപരമായ സ്ഥിരീകരണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതും വസ്തുതയാണ്. അതുപോലെ ഈ ക്ഷേത്രത്തിന്റെ പ്രദേശങ്ങളിൽ കേരളവർമ്മ പഴശ്ശിരാജാവിന്റെ കാലത്ത് മൈസൂർ പടയുമായി യുദ്ധം നടന്നിട്ടുണ്ടെന്നും നാട്ടുവർത്തമാനമുണ്ട്. ഇന്ന് ലഭ്യമായ ചരിത്ര രേഖകൾ പ്രകാരം തിരുനെല്ലി 16-ാം നൂറ്റാണ്ട് വരെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും സമൃദ്ധമായ നഗരങ്ങളിൽ ഒന്നായിരുന്നു അത്രേ. ഇത്രയ്ക്ക് സമ്പൽ സമൃദ്ധമായിരുന്ന സ്ഥലം ഇന്ന് കൊടും കാടിനുള്ളിലായി എന്നത് അവിശ്വസനീയമായ വസ്തുതയാണ്. AD 978 ഭാസ്കരവർമ്മൻ ഒന്നാമന്റെ സിംഹാസനാരോഹണത്തിന് ശേഷമുള്ള ചെമ്പുലിഖിതങ്ങളിൽ തിരുനെല്ലി ക്ഷേത്ര സംബന്ധമായ ശാസനങ്ങൾ കാണപ്പെട്ടിരുന്നു. ഈ ചെമ്പെഴുത്ത് ലഭിച്ചതും തിരുനെല്ലി ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് തന്നെയാണ്. അന്നത്തെ നാണയമായ 12 രാശികൾ ഉപയോഗിച്ച് കൊത്തുപണി ചെയ്ത കല്ലുകളും ഇവിടെ നിന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട്. അക്കാലത്ത് തിരുനെല്ലി ഒരു വലിയ പട്ടണവും ഈ ക്ഷേത്രം ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രവും ആയിരുന്നു എന്നാണ് അറിവ്. കേരളീയ വാസ്തുവിദ്യയുടെ മാതൃകയിൽ തന്നെയാണ് തിരുനെല്ലി ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും ഭാഗികമായി തകർന്നു കിടക്കുന്ന വിളക്കുമാടമാണ് ആദ്യം കാഴ്ചയിൽപ്പെടുക. കുടകിലെ രാജാവ് തിരുനെല്ലി ക്ഷേത്രം കൈയടക്കുകയും ക്ഷേത്ര നിർമ്മാണം തുടങ്ങുകയും ചെയ്തതോടെ വിവരമറിഞ്ഞ വടക്കൻ കോട്ടയം പഴശ്ശിരാജാവ് അവിടെ എത്തി നിർമ്മാണം തടഞ്ഞു എന്നും അങ്ങനെയാണ് വിളക്കുമാടം തകർന്നതെന്നും പറയപ്പെടുന്നു. അക്കാലത്ത് കുമ്മായമോ ചാന്തോ ഉപയോഗിക്കാതെ കരിങ്കൽ പാളികൾ പ്രത്യേക രീതിയിൽ അടുക്കി വെച്ചാണ് ഇതിന്റെ നിർമ്മാണം. 30 കരിങ്കൽ തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്ന ഈ നിർമ്മിതി ഒരു വാസ്തുവിദ്യ വിസ്മയം തന്നെയാണ്. ക്ഷേത്രമുറ്റത്ത് വലിയ കരിങ്കൽ പാളികൾ പാകിയിരിക്കുന്നു. നിലത്ത് പാകിയിരിക്കുന്ന കല്ലുകളിൽ പ്രാചീന ലിപിയിൽ എന്തൊക്കെയോ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ അതിന്റെ പുരാതന പ്രൗഢി നിലനിർത്തിക്കൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ അറ്റകുറ്റപ്പണികളും നടക്കുന്നുണ്ട്. അതേസമയം അതിന്റെ പഴമയും മനോഹാരിതയും തനിമയും നഷ്ടപ്പെടാതെ തന്നെ അതിന്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ക്ഷേത്രമുറ്റത്ത് വടക്കു ഭാഗത്തായി മറ്റൊരു ചരിത്ര നിർമ്മിതി എന്ന് പറയാവുന്ന ഒരു കരിങ്കൽ പാത്തി കാണാം. ബ്രഹ്മഗിരി മലനിരകളിലെ ഏതോ ഉറവയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പൂജയ്ക്ക് വെള്ളം എത്തിക്കാനാണ് അത്ര ഈ കൽപ്പാത്തി നിർമ്മിച്ചിരിക്കുന്നത്. ഈ കരിങ്കൽ പാത്തിയുടെ നിർമ്മാണത്തിന് പിന്നിലും പല കഥകളുമുണ്ട്. പണ്ട് ചിറക്കൽ കോവിലകത്തെ രാജാവിന്റെ പത്നി വാരിക്കര കുടുംബത്തിലെ തമ്പുരാട്ടി തിരുനെല്ലി അമ്പലത്തിൽ ദർശനത്തിനെത്തുകയും ദാഹമകറ്റാനായി തമ്പുരാട്ടി ക്ഷേത്രം പരിചാരകരോട് വെള്ളം ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അവർ ഒരു ചെറിയ കിണ്ടിയിൽ അല്പം വെള്ളം കൊണ്ടുവന്ന് നൽകുകയും ക്ഷേത്ര കിണറിൽ വെള്ളമില്ലാതെ പോയോ എന്ന് തമ്പുരാട്ടി ചോദിക്കുകയും ക്ഷേത്രത്തിൽ കിണറില്ല എന്നും ക്ഷേത്ര ആവശ്യങ്ങൾക്കായുള്ള വെള്ളം ദൂരെ ബ്രഹ്മഗിരി മലനിരകളിലെ ഒരു ഉറവയിൽ നിന്നുമാണ് എടുക്കുന്നതെന്നും അവർ പറയുകയുണ്ടായി. ഇത് കേട്ടപ്പോൾ അവർ ക്ഷേത്രത്തിലേക്ക് ശുദ്ധജലം എത്തിച്ചതിന് ശേഷം മാത്രമേ ഇനി ജലപാനം ചെയ്യൂ എന്ന് പ്രതിജ്ഞ ചെയ്യുകയും പരിചാരകരെ ഉപയോഗിച്ച് മുളയുടെ പാത്തിവെച്ച് പാപനാശിനിയിൽ നിന്നും വെള്ളം കൊണ്ടുവരാൻ താൽക്കാലിക ക്രമീകരണങ്ങൾ ചെയ്തുവെന്നും അതിനുശേഷം മാത്രമാണ് തമ്പുരാട്ടി ജലപാനം നടത്തിയത് എന്നുമാണ് കഥകൾ. ഇതേ തുടർന്ന് വാസ്തുവിദ്യാ വിദഗ്ധനായ വായ്ക്കര വലിയ നമ്പ്യാതിരിയുടെ മേൽനോട്ടത്തിൽ പ്രഗത്ഭരായ കരിങ്കൽ പണിക്കാരെ കൊണ്ട് പണി കഴിപ്പിച്ചതാണ് ഇപ്പോൾ കാണുന്ന കരിങ്കൽ പാത്തി എന്നും കഥയുണ്ട്. കിണറില്ലാത്ത തിരുനെല്ലി ക്ഷേത്രത്തിൽ ക്ഷേത്രാവശ്യങ്ങൾക്കും സമീപത്തെ വീടുകളിലേക്കും ഇപ്പോഴും
ഈ പാത്തിയിൽ നിന്നാണ് വെള്ളമെടുക്കുന്നത്. നാലമ്പലത്തിന് വെളിയിൽ പ്രതിഷ്ഠയ്ക്ക് നേരെ അഭിമുഖമായി വരേണ്ട ബലിക്കല്ല് ഇവിടെ നേർരേഖയിൽ നിന്നും അല്പം മാറിയാണ് കാണുക. ഇതിനെപ്പറ്റിയും ഒരു കഥയുണ്ട്. പണ്ട് തിരുനെല്ലി പെരുമാളിനെ തൊഴാൻ ദീർഘകാലമായി ആഗ്രഹിച്ചു വന്ന ഒരു ആദിവാസി വൃദ്ധനെ ക്ഷേത്രത്തിൽ കയറാൻ അധികാരികൾ അനുവദിച്ചില്ലത്രേ. ഭഗവാന്റെ വിഗ്രഹമെങ്കിലും ദൂരെ നിന്ന് കണ്ടുപോകാമെന്ന് ആ പാവം വൃദ്ധൻ കരുതി. എന്നാൽ പുറത്ത് മാറി നിന്ന് വിഗ്രഹത്തെ നോക്കിയപ്പോൾ ബലിക്കല്ലിന് മറഞ്ഞതിനാൽ വിഗ്രഹം കാണാൻ കഴിഞ്ഞില്ല. ഇതിൽ മനം നൊന്ത് വിലപിച്ച ആ വൃദ്ധന് മുന്നിൽ ബലിക്കല്ല് പെട്ടെന്ന് ഒരു വശത്തേക്ക് മാറിയതായും ആ ആദിവാസി വൃദ്ധൻ ദേവപ്രതിമ കണ്ട് സായുജ്യമടയുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ബ്രഹ്മദേവനാൽ പ്രതിഷ്ഠിതമായെന്ന് വിശ്വസിക്കുന്ന തിരുനെല്ലി ക്ഷേത്രത്തിൽ അതിനെ സ്മരിച്ചുകൊണ്ടുള്ള ചില ആചാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത്താഴപൂജ കഴിഞ്ഞാൽ പൂജാരി നിർമാല്യം മാറ്റി മറ്റൊരു പൂജയ്ക്കുള്ള പൂക്കളും മറ്റു നിവേദ്യങ്ങളും ഒരുക്കി വെച്ച ശേഷം നടയടയ്ക്കും. നടയടച്ചു കഴിഞ്ഞാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ സാക്ഷാൽ ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിന് പൂജ ചെയ്യുമെന്ന വിശ്വാസമാണ് ഇതിനു പിന്നിലുള്ളത്. കൂടാതെ തിരുനെല്ലിക്ക് പരമശിവനുമായും ബന്ധം പറയുന്നു. തിരുനെല്ലി ക്ഷേത്രത്തിനടുത്ത് ശ്രീ പരമേശ്വരൻ ഗുഹാവാസിയായി താമസിച്ചു എന്നാണ് വിശ്വാസം. ഒരു കാലത്ത് തിരുനെല്ലിയിൽ നിന്ന് മാറ്റി പ്രതിഷ്ഠിക്കപ്പെട്ട ശിവചൈതന്യമാണ് ഇവിടെ നിന്നും ഏകദേശം 22 കിലോമീറ്റർ അകലെ തൃശ്ശിലേരി ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത്. തിരുനെല്ലിയുടെ ശിരസാണ് തൃശ്ശിലേരി എന്നാണ് കരുതപ്പെടുന്നത്. കൊട്ടിയൂർ ക്ഷേത്രവുമായും തിരുനെല്ലി ക്ഷേത്രത്തെ ബന്ധപ്പെടുത്തി ഐതിഹ്യമുണ്ട്. പണ്ട് കൊട്ടിയൂർ ഉത്സവ ആവശ്യത്തിനായുള്ള അരി കൊണ്ടുപോയിരുന്നത് തിരുനെല്ലിയിൽ നിന്നായിരുന്നു എന്നും അരി കൊണ്ടുവരാൻ കൊട്ടിയൂരിൽ നിന്നും ഭൂതഗണങ്ങൾ വരികയായിരുന്നു പതിവ് എന്നും പറയുന്നു. ഒരിക്കൽ അരി കൊണ്ടുപോകുന്നതിന് നിയുക്തനായ ഭൂതങ്ങളിലൊന്ന് ഭാരം കൂടുതലായതിനാൽ കുറച്ച് അരി വഴിക്ക് കളഞ്ഞുവത്രേ. പൊറുക്കാനാവാത്ത ഈ തെറ്റിന് ഭൂതത്താൻകുന്ന് എന്ന സ്ഥലത്ത് വെച്ച് തിരുനെല്ലി പെരുമാൾ ഭൂതത്തെ ശപിച്ച് ശിലയാക്കിയെന്നും അങ്ങനെ കുറവ് വന്ന ഭൂതത്തിന് പകരം ഒരാളെ ഇവിടെ നിന്നും അയക്കുകയും ചെയ്തു അത്രേ. കൊട്ടിയൂർ ഉത്സവത്തിന് മുൻപേ തിരുനെല്ലിയിൽ നിന്നും കൊട്ടിയൂരിലേക്ക് ഭൂതത്താനെ പറഞ്ഞയക്കൽ എന്ന ചടങ്ങ് ഇടവമാസത്തിൽ വിശാഖനാളിൽ തിരുനെല്ലിയിലും കൊട്ടിയൂർ ഉത്സവാനന്തരം ഈ ഭൂതത്താനെ തിരുനെല്ലിയിലേക്ക് തിരിച്ചയക്കൽ ചടങ്ങ് കൊട്ടിയൂരും അനുഷ്ഠിച്ചു വരുന്നു. ചതുർബാഹുവായ ശ്രീ മഹാവിഷ്ണുവാണ് തിരുനെല്ലിയിലെ പ്രതിഷ്ഠ. നിത്യവും രാവിലെ 5:30 നട തുറന്ന് അഭിഷേകത്തിന് ശേഷം പതിവ് പൂജകൾ ഉണ്ടാക്കും. ഉഷപൂജ, എതിരേറ്റു പൂജ, പന്തീരടി പൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നിങ്ങനെ 5 പൂജകളും 3 ശീവേലിയും നവകവും നടക്കുന്ന മഹാക്ഷേത്രമാണിത്. തിരുനെല്ലിയിലെ ഉത്സവത്തിന്റെ പ്രത്യേകതയാണ് ആദിവാസി ഗോത്രവിഭാഗത്തിൽപ്പെട്ട തേൻകുറുമാർ എന്ന കാട്ടുനായിക വിഭാഗത്തിന്റെ കോൽക്കളി. ഗോത്രത്തിന്റെയും നാടിന്റെയും ഐശ്വര്യത്തിനും സമൃദ്ധിക്കും വേണ്ടിയുള്ള ഒരു വഴിപാടായാണ് തേൻകുറുമാർ കോൽക്കളി നടത്തുന്നത്. വിഷുവിന് തലേ ദിവസമാണ് കോൽക്കളി ക്ഷേത്രമുറ്റത്ത് നടക്കാറുള്ളത്. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന വ്രതശുദ്ധിയുടെയും ചിട്ടയായ പരിശീലനത്തിന്റെയും പൂർണ്ണത നമുക്കതിൽ ദർശിക്കാൻ കഴിയുന്നതാണ്. ഇനി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് വടക്കു പടിഞ്ഞാറ് കോണിലെത്തുമ്പോൾ താഴേക്കിറങ്ങാനുള്ള പടവുകൾ കാണാം. ഇരുവശവും വനവിഭവങ്ങൾ വിൽക്കുന്ന കടകൾ കാണാം. പടികളിലെ കരിങ്കൽ പാളികളിൽ അമ്പലത്തിന് അത് സംഭാവനയായി നൽകിയവരുടെ പേരുകൾ കൊത്തിവെച്ചതായി കാണാം. പടികൾ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്നതാണ് പഞ്ചതീർത്ഥക്കുളം. അതിന്റെ നടുവിൽ വലിയ ഒരു പാറയുണ്ട്. അതിലേക്ക് നടന്നു പോകാനായി ഒരു നീളൻ കരിങ്കൽ പാത്തി പാലം പോലെ വെച്ചിട്ടുണ്ട്. പഞ്ചതീർത്ഥക്കുളത്തിന്റെ നടുവിൽ നെല്ലിക്കകൾ വീണ് കല്ലായി തീർന്നു എന്നും വിശ്വസിക്കുന്ന പാറയിൽ ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവയും മഹാവിഷ്ണുവിന്റേത് എന്ന സങ്കല്പത്തിൽ പാദമുദ്രയും കൊത്തിവെച്ചിരിക്കുന്നു. ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നെവിടെയോ ഉത്ഭവിക്കുന്ന ശംഖുചക്ര പത്മതീർത്ഥങ്ങളും വിഷ്ണുപാദത്തിലെ അഭിഷേക ജലവും ഭൂമിക്കടിയിലൂടെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് പഞ്ചതീർത്ഥക്കുളത്തിൽ ഒന്നിച്ചു ചേരുന്നു എന്നാണ് ഇവിടുത്തെ വിശ്വാസം. വീണ്ടും ഈ കരിങ്കൽ പാളികളിലൂടെ മുന്നോട്ട് നടന്നാൽ നമ്മൾ പാപനാശിനിയിൽ എത്തിച്ചേരുന്നു. ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നും ഒരു ചെറു അരുവിയായി ഉത്ഭവിക്കുന്ന പാപനാശിനി പിന്നെയും താഴേക്കൊഴുകി കാളിന്തി നദിയിൽ ചെന്നു ചേരുന്നു. 7 പുണ്യതീർത്ഥങ്ങളായ പാപനാശിനി, പഞ്ചതീർത്ഥം, ഗണമോചിനി തീർത്ഥം, കുണ്ഡികാ തീർത്ഥം, സതബിന്ദു, സഹസ്രബിന്ദം, വരാഹം എന്നിവ ഒത്തുചേരുന്ന തിരുനെല്ലി ദേശത്ത് പാപനാശിനിക്കാണ് മറ്റ് 6 തീർത്ഥങ്ങളെക്കാളും പ്രാധാന്യം നൽകി കണ്ടുവരുന്നത്. ശ്രാദ്ധം, ക്ഷേത്ര പിണ്ഡബലി എന്നീ കർമ്മങ്ങൾ ചെയ്യാൻ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ബലിതർപ്പണം ചെയ്യുന്നതിന് സമീപമായി അതിനു മുൻപ് മുങ്ങിക്കുളിക്കാൻ പാകത്തിൽ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. നിരവധി ഔഷധ ഗുണങ്ങളുള്ള അപൂർവ സസ്യങ്ങളുടെ ഒരു താഴ്വര കൂടിയാണ് ബ്രഹ്മഗിരി മലനിരകൾ. എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കുവാനുള്ള ശക്തി പാപനാശിനിയിലെ ജലത്തിനുണ്ടെന്നും ഈ പുണ്യജലത്തിൽ മുങ്ങിക്കുളിച്ചാൽ ജന്മാന്തര പാപങ്ങളിൽ നിന്നും മോചിതരാവുമെന്നും വിശ്വസിക്കപ്പെടുന്നു. മരിച്ചവർക്കായി പിണ്ടം വെക്കുന്നത്
പിണ്ടപ്പാറയിലാണ്. തിരുനെല്ലിയിലെ ഈ പിണ്ടപ്പാറയെപ്പറ്റി പ്രസിദ്ധമായ ഐതിഹ്യവുമുണ്ട്. പാഷാണഭേദി എന്നു പേരുള്ള ഒരു അസുരനെ ശ്രീ മഹാവിഷ്ണു ഒരിക്കൽ ശപിക്കുവാനിടയായി. ശാപമോക്ഷത്തിനായി പ്രാർത്ഥിച്ച പാഷാണഭേദിയുടെ അഭ്യർത്ഥന മാനിച്ച് ഭഗവാൻ അവനെ പുണ്യശിലയാക്കി എന്നും ശിരസ് ബീഹാറിലെ ഗയയിലും മധ്യഭാഗം ഗോദാവരിയിലും പാദം തിരുനെല്ലിയിലുമായി തീർന്നു എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് തിരുനെല്ലിയിലെ പിണ്ടപ്പാറയിൽ ശ്രാദ്ധമൂട്ടിയാൽ ഗയാശ്രാദ്ധത്തിന്റെ ഭയം ലഭിക്കുമെന്നും തീർത്ഥജലത്തിൽ പിണ്ടം ഒഴുകിപ്പോകുമ്പോൾ പരേതാത്മാവിന് മുക്തി ലഭിക്കും എന്നുമാണ് വിശ്വാസം. പാപനാശിനിക്ക് ആ പേര് കിട്ടിയതിനു പിന്നിലും ഐതിഹ്യങ്ങൾ നിരവധിയുണ്ട്. രാമരാവണ യുദ്ധം കഴിഞ്ഞ് ലങ്കയിൽ നിന്ന് യുദ്ധം ജയിച്ചു മടങ്ങുകയായിരുന്ന ശ്രീരാമൻ തിരുനെല്ലിയിൽ അച്ഛൻ ദശരഥന് വേണ്ടി കർമ്മങ്ങൾ ചെയ്തുവെന്നും അന്നു മുതലാണ് പാപനാശിനിയിൽ ഭക്തജനങ്ങൾ മരണപ്പെട്ട അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്തു തുടങ്ങിയത് എന്നുമാണ് ഐതിഹ്യം. മറ്റെവിടെയും ബലികർമ്മങ്ങൾ ചെയ്തിട്ട് മോക്ഷം ലഭിക്കാത്തവർക്ക് പാപനാശിനിയിൽ പിതൃതർപ്പണം ചെയ്താൽ മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. അച്ഛൻ ജമദഗ്നി മഹർഷിയുടെ ആജ്ഞപ്രകാരം സ്വന്തം അമ്മയെ കൊല്ലേണ്ടി വന്ന പരശുരാമൻ ആ പാപം തീർക്കാൻ പല പുണ്യനദികളിലും സ്നാനം ചെയ്തുവെന്നും അതിലൊന്നും ഫലം കാണാതെ വന്നപ്പോൾ പാപനാശിനിയിൽ വന്ന് പാപമുക്തനായി തീർന്നു എന്നും ഐതിഹ്യമുണ്ട്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം തിരുനെല്ലിയിൽ നിമജ്ജനം ചെയ്തതോടെയാണ് ആധുനിക കാലത്ത് തിരുനെല്ലിയിലെ പാപനാശിനിക്ക് മറ്റ് സംസ്ഥാനങ്ങളിലും കൂടുതൽ പ്രശസ്തി ഉണ്ടായിത്തീർന്നത്. അതുകൊണ്ട് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ പുത്രൻ രാഹുൽ ഗാന്ധി പാപനാശിനിയിൽ വന്ന് പിതൃകർമ്മം ചെയ്യുകയുണ്ടായി. പാപനാശിനിയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് നടക്കുമ്പോൾ ഗുണ്ടിക ക്ഷേത്രത്തിന്റെ ബോർഡ് കാണാം. ആ വഴി മുൻപോട്ട് നടന്ന് ഒരു ചെറിയ പാലവും കടന്നു ചെല്ലുമ്പോൾ പാറക്കുട്ടങ്ങൾക്കിടയിൽ ചെറിയ ഒരു ഗുഹാക്ഷേത്രം കാണാം. അതിൽ ഒരു നിലവിളക്ക് കത്തുന്നതും കാണാം. ഇവിടെ ശിവലിംഗം അഗസ്ത്യമുനി പ്രതിഷ്ഠിച്ചതാണ് എന്നും അദ്ദേഹത്തിന്റെ ആരാധനാമൂർത്തിയാണ് ശിവനെന്നും ഗുണ്ടിക ക്ഷേത്രത്തെക്കുറിച്ച് പുരാണത്തിൽ പരാമർശമുണ്ട്. വർഷത്തിലൊരിക്കൽ കാർത്തിക നാളിൽ ദേശവാസികൾക്ക് ഈ ഗുഹാക്ഷേത്രത്തിലെ മൺചിരാതുകളിൽ ദീപം കൊളുത്തി പ്രാർത്ഥിക്കാം. ഇവിടെ നിന്ന് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുവാൻ പണ്ട് ഒരു തുരങ്കപാത ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. തൃശ്ശിലേരി, കാളന്തി, പാപനാശിനി, പക്ഷിപാതാളം എന്നറിയപ്പെടുന്ന ഋഷിപാതാളം എന്നീ 4 ദിവ്യസ്ഥാനങ്ങളും തിരുനെല്ലി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. തിരുനെല്ലി ക്ഷേത്രത്തിന് താഴെയുള്ള ദൈവത്താർ മണ്ഡപം എന്ന ഒരു ആരാധനാ തലം കാണാം. ഇത് വിഷ്ണു സങ്കല്പങ്ങൾ വരുന്നതിന് മുൻപ് വയനാട്ടിലെ ആദിവാസികൾ ദൈവത്താർ എന്നൊരു സങ്കല്പത്തെ ആരാധിച്ചു പോന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആരാധനാ സ്ഥലമാണ് ദൈവത്താർ മണ്ഡപം. തൃശ്ശിലേരി ക്ഷേത്രത്തിലെ മഹാദേവന് വിളക്കുവെച്ച് ബ്രഹ്മഗിരിയിലെ പാപനാശിനിയിൽ ബലിതർപ്പണത്തിന് ശേഷം തിരുനെല്ലിയിൽ വിഷ്ണുവിനെ വണങ്ങുന്നതാണ് പഴയ ആചാരം. അതിനാൽ തന്നെ തിരുനെല്ലിയിൽ കർമ്മം ചെയ്താൽ ത്രിമൂർത്തി സാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എല്ലാ ദിവസവും ഇവിടെ ബലിയിടൽ കർമ്മങ്ങൾ നടത്തുവാൻ സാധിക്കുമെങ്കിലും കർക്കിടകം, തുലാം, കുംഭം, മേടം മാസങ്ങളിലെ കർത്തവാവ് ദിവസങ്ങളിലാണ് ബലിയിടാൻ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുക. വിശേഷ ദിവസങ്ങളിൽ വളരെ തിരക്കനുഭവപ്പെടുന്നതിനാൽ തന്നെ പുലർച്ചയ്ക്ക് 3 മണിക്ക് തന്നെ കർമ്മങ്ങൾ ആരംഭിക്കും. സാധാരണ ദിവസങ്ങളിൽ രാവിലെ 6 മണി മുതൽ 11 മണി വരെ ബലിയിടാം. ഇനി ബലിയിടാൻ വരുന്നവർ ഓർത്തു വെക്കേണ്ട ചില കാര്യങ്ങളും പരിശോധിക്കാം. സാധിക്കുമെങ്കിൽ തലേ ദിവസം തന്നെ തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രത്തിലെത്തി വിളക്കും മാലയും സമർപ്പിച്ച് വൈകിട്ട് തിരുനെല്ലിയിൽ എത്തിച്ചേരാം. ഇവിടെ വരുന്നവർ ദേവസ്വം വഴിപാട് കൗണ്ടറിൽ പണമടച്ച് കർമ്മത്തിന് വേണ്ട രസീതുകൾ വാങ്ങേണ്ടതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം മരണപ്പെട്ടവരുടെ പേരിലല്ല, പ്രസ്തുത കർമ്മം ചെയ്യുന്ന വ്യക്തിയുടെ പേരിലാണ് രസീത് വാങ്ങേണ്ടത്. ഇതിനെ ഒരാൾ പിണ്ഡം എന്ന് പറയുന്നു. ഒരാൾ പിണ്ഡത്തിന് പണമടച്ച ശേഷം പണമടച്ചയാൾക്ക് തന്റെ തറവാട്ടിൽ താൻ അറിഞ്ഞും അറിയാതെയും മരിച്ച പിതൃക്കൾക്ക് മുഴുവനായും കർമ്മങ്ങൾ നടത്താവുന്നതാണ്. നിങ്ങൾക്ക് തൃശ്ശിലേരിയിലേക്ക് പോകുവാൻ സാധിച്ചില്ല എങ്കിൽ അവിടുത്തെ വിളക്കുമാലയ്ക്കും തിരുനെല്ലി ക്ഷേത്രത്തിലെ ബലികർമ്മത്തിനും കൂട്ടി ഇവിടെ തുകയടയ്ക്കാം. രസീത് വാങ്ങിക്കഴിഞ്ഞാൽ സന്ധ്യാസമയത്തോടെ ദേഹശുദ്ധി വരുത്തി ക്ഷേത്രനടയിൽ നിൽക്കുക. ദീപാരാധന കഴിഞ്ഞ ഉടനെ അവിടെ വെച്ച് വാദ്യാർ കർമ്മം ചെയ്യുന്നവർക്കായി സത്യവാചകം ചൊല്ലിത്തരുന്നതാണ്. ഭഗവാനെ തൊഴുതു നിന്ന് പ്രാർത്ഥന ഏറ്റുചൊല്ലിയ ശേഷം ദണ്ഡനമസ്കാരം നടത്തി ആചാരപ്രകാരം ഭണ്ഡാരത്തിൽ കാണിക്ക സമർപ്പിക്കുക. ഇതോടെ തലേ ദിവസത്തെ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ദിവസം പുലർച്ചെ 6 മണിക്ക് കുളിക്കുന്നതിന് മുൻപായി ക്ഷേത്രനടയിലെത്തി പ്രത്യേകം തയ്യാറാക്കിയ കൗണ്ടറിൽ രസീതി സമർപ്പിച്ച് ബലിസാധനങ്ങളും ദർഭയും വാങ്ങിക്കേണ്ടതാണ്. ഇനി കർമ്മം ചെയ്യുവാനായി പാപനാശിനിയിലേക്ക്
പോകുക. പാപനാശിനിയിലേക്ക് പോകുമ്പോൾ കർമ്മം ചെയ്തതിനുള്ള രസീതും ബലിസാധനങ്ങളും ആൾരൂപവും കൊണ്ടുവന്നിട്ടുള്ളവർ അതും കൂടെ കൊണ്ടുപോകേണ്ടതാണ്. പാപനാശിനിയിൽ നിർദ്ദേശങ്ങൾക്കനുസൃതമായി കർമ്മങ്ങൾ ചെയ്ത ശേഷം കുണ്ടിക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ തൊഴുതു വലം വെച്ച് ത്രിമധുര നിവേദ്യവും തീർത്ഥവും പ്രസാദവും വാങ്ങിയാൽ കർമ്മങ്ങൾ പൂർത്തിയാവുന്നു. ആൾരൂപം കൊണ്ടുവന്നിട്ടുള്ളവരാണെങ്കിൽ പാപനാശിനിയിൽ കർമ്മങ്ങൾ ചെയ്ത് വളരെ വൃത്തിയായി ശുദ്ധിയാക്കിയ ആ പ്രതിമ അല്ലെങ്കിൽ ആൾരൂപം തൃപ്പടിയിൽ വെക്കുക. ഈ ആൾരൂപം ഭഗവാന്റെ തൃപ്പാദത്തോടെ കൂട്ടിച്ചേർക്കുമ്പോൾ മരിച്ച പിതൃക്കളെ സ്മരിച്ച് തൊഴുതു നിൽക്കേണ്ടതാണ്. ആൾരൂപമില്ലാതെ കർമ്മം നടത്തുന്നവർക്ക് അതിനോടനുബന്ധിച്ച് മേൽക്കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. കൂടാതെ പിതൃകർമ്മം ചെയ്യുന്നവർ വ്രതാനുഷ്ഠാനം എടുക്കേണ്ടതാണ്. അതായത് തലേദിവസം ഒരിക്കൽ മാത്രം അരിയാഹാരം കഴിക്കുക എന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി തലേദിവസം എത്താൻ കഴിയാത്തവർക്കും കാലത്ത് 6 മണി മുതൽ 11 മണിക്കുള്ളിലായി എപ്പോൾ എത്തിയാലും ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അങ്ങനെ വരുന്നവർ കൗണ്ടറിൽ നിന്ന് രസീത് വാങ്ങി ക്ഷേത്രനടയിൽ വാദ്യാരോ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ക്ഷേത്രം ശാന്തിക്കാരനെ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി ദണ്ഡനമസ്കാരം നടത്തി ആചാരപ്രകാരം ഭണ്ഡാരത്തിൽ കാണിക്ക സമർപ്പിച്ച് ബലിസാധനങ്ങൾ കൗണ്ടറിൽ നിന്നും വാങ്ങി പാപനാശിനിയിൽ പോയി കർമ്മങ്ങൾ ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ പിതൃകർമ്മങ്ങൾ പൂർത്തിയാക്കി ദർശനവും കഴിഞ്ഞ് കൗണ്ടറിൽ നിന്നും പായസമോ ത്രിമധുരമോ വാങ്ങി അവിടെ നിന്ന് തന്നെ ഉച്ചഭക്ഷണം കഴിക്കാനുള്ള ടോക്കണും ലഭിക്കുന്നതാണ്. അന്നദാനവും കഴിഞ്ഞ് എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കി ഭഗവാനെ തൊഴുത് ശുഭപ്രതീക്ഷയോടെ മടങ്ങാം. ഇനി പിതൃബലി ഇടാൻ സാധിക്കാത്തവർക്ക് ക്ഷേത്രത്തിൽ പിതൃപൂജ വഴിപാട് ചെയ്യാവുന്നതാണ്. പരേതാത്മാക്കളുടെ മോക്ഷത്തിനും പിതൃപ്രീതിക്കും ഭഗവാന്റെ സന്നിധിയിൽ നടത്തുന്ന പൂജയാണ് പിതൃപൂജ. മരണപ്പെട്ടവരുടെ പേരും മരണപ്പെട്ട ദിവസത്തെ നക്ഷത്രവും നൽകി പിതൃപൂജ നടത്താവുന്നതാണ്. എന്നും രാവിലെ അഭിഷേകത്തിന് ശേഷം ക്ഷേത്രത്തിൽ നടക്കുന്ന ആദ്യ പൂജയാണ് പിതൃപൂജ. അത് തിരുനെല്ലി ക്ഷേത്രത്തിലെ മാത്രം പ്രത്യേകതയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തിരുനെല്ലിയിൽ ക്ഷേത്രം സന്ദർശിക്കാനെത്തുന്ന ഭക്തജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി മനം നിറയെ ഭഗവാനെ തൊഴുത് വീണ്ടും വരാം എന്ന പ്രതീക്ഷയോടെ നമുക്ക് ക്ഷേത്രത്തിന്റെ പടികളിറങ്ങാം.